ഹലോ ഫ്രണ്ട്സ്, മഞ്ജു സ്റ്റോക്സിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. പ്രത്യേകിച്ച് PSC പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന വീഡിയോ ആണ്. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, പിന്നെ ഇത് ഉപയോഗപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ആവശ്യമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഓക്കെ, സ്വർണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ. കറുത്ത സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കുരുമുളകിനെയാണ് കേട്ടോ. അതുപോലെ തന്നെ യവനപ്രിയ എന്ന് വിശേഷിപ്പിക്കുന്നതും കുരുമുളകിനെയാണ്. തരിശ് ഭൂമിയിലെ സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കശുവണ്ടിയാണ് കേട്ടോ. അതുപോലെ തന്നെ പച്ച സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത് വാനിലയാണ്. ഓക്കെ, അതുപോലെ വെളുത്ത സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? കശുവണ്ടി പരിപ്പിനെയാണ് കേട്ടോ. കശുവണ്ടിയെ നമ്മൾ എന്താ പറയുക? തരിശ് ഭൂമിയിലെ സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നു. അതുപോലെ വെളുത്ത സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത് കശുവണ്ടി പരിപ്പ്. ഓക്കെ, ചൈനീസ് ആപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? ഓറഞ്ച്. അതുപോലെ ഹരിത സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? മുളയിനെയാണ് ഹരിത സ്വർണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും. 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? തെങ്ങിനെയാണ് കേട്ടോ 1000 ആവശ്യങ്ങൾക്കുള്ള മരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ചൈനീസ് റോസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പൂവിനെയാണ്? ചെമ്പരത്തി പൂവിനെയാണ് ചൈനീസ് റോസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുപോലെ സമാധാനത്തിൻ്റെ മരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതാണെന്ന് അറിയാമോ? ഒലീവ് മരമാണ് കേട്ടോ. നെക്സ്റ്റ്, ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്, ഇത് ചിലപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. നമുക്ക് ഒരു പനി വന്നാലും കഫക്കെട്ട് വന്നാലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കൃഷ്ണ തുളസിയാണ് ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് പഴത്തെയാണ് അറിയുമോ? കൈതച്ചക്കയാണ് കേട്ടോ. കൈതച്ചക്കയാണ് നമ്മൾ സ്വർഗീയ ഫലം എന്ന് വിശേഷിപ്പിക്കുന്നത്. അടുത്തത്, പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്താണ്? ആപ്പിൾ പോലെ ഇരിക്കുന്ന തക്കാളി കേട്ടോ. തക്കാളിയാണ് പാവപ്പെട്ടവൻ്റെ ആപ്പിൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ്, പാവപ്പെട്ടവൻ്റെ തടി പറഞ്ഞാൽ മരം, അതായത് ഓരോ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മരം, അതാണ് മുള. പാവപ്പെട്ടവൻ്റെ തടി എന്ന് വിശേഷിപ്പിക്കുന്നത് മുളയാണ് കേട്ടോ. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. ആർക്കെങ്കിലും പ്രയോജനപ്പെടുകയാണെങ്കിൽ ആയിക്കോട്ടെ അല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ അല്ലേ. പിന്നെ ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യണമെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഓക്കെ, ബൈ.